Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പാലത്തിന്റെ കൈവരി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. അപകടത്തിനു ശേഷം യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി തിരുവനന്തപുരത്ത് നടത്തുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി രോഹിണി ബജറ്റ് അവതരിപ്പിച്ചു. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറിയ തങ്ക്യം ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI വീണ്ടും സമരരംഗത്ത്. തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പാലത്തിന്റെ കൈവരി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. അപകടത്തിനു ശേഷം യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ടാങ്കർ മറിഞ്ഞ സ്ഥലത്ത് വീണ്ടും അപകടം മാടിവിളിക്കുകയാണ്. പാലത്തിന്റെ കൈവരികൾ തകർന്ന അവസ്ഥയിലാണ്. രാത്രിയായാൽ തെരുവുവിളക്കും കത്താറില്ല. ഏറെ അപകട സാധ്യതയുള്ള പ്രദേശം കൂടിയാണിത്. ഇതിനു മുൻപ് നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പഴയകാലത്ത് നിർമ്മിച്ച പാലമായതിനാൽ പാലത്തിന് വീതിയും കുറവാണ്. 2 വലിയ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ കൈവരി കൂടി തകർന്നതോടെ അപകടാവസ്ഥ ഇരട്ടിയാക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. നമ്മളെ ഈ മേൽപ്പാലത്ത് ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഈ ഓവർടേക്കുന്ന വണ്ടി റോഡിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ, അതിന് മുന്നോടിയായിട്ട് നമ്മുടെ അധികാരികൾ ഇതിന്റെ ഒരു പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. അടിയന്തരമായി കൈവരി സ്ഥാപിക്കുകയോ താൽക്കാലികമായി അപകടത്തെക്കുറിച്ച് സൂചന നൽകുന്ന സംവിധാനം ഒരുക്കുകയോ ചെയ്യണം. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ കേബിൻ റോഡരികിൽ AI ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് ക്യാമറയുടെ കാഴ്ച മറയ്ക്കാനും ഇടയുണ്ട്. കൂടാതെ ഇത് അപകടങ്ങൾക്കും കാരണമാകും. സാധാരണയായി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാറുണ്ട്. എന്നാൽ ലോറിയുടെ ക്യാബിൻ വാഹനയാത്രക്കാർക്ക് അപകടം വരുത്തുന്ന രീതിയിൽ നിർത്തിയിട്ട അവസ്ഥയിലാണ്. വീണ്ടും അപകടത്തിന് കാത്തുനിൽക്കാതെ ഉടൻ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി തിരുവനന്തപുരത്ത് നടത്തുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്ര
ഫെബ്രുവരി 13 തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതോടനുബന്ധിച്ച് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ചു നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ TP മുഹമ്മദ് ഹാജി, രമേശൻ ഹരിത എന്നിവർ സംസാരിച്ചു. 9-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച സംരക്ഷണ ജാഥ നാളെ തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. 5 ലക്ഷം പേർ ഒപ്പിട്ട ഒരു നിവേദനം ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ട് നാളെ പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നാളെ എല്ലാ കടകളും, കേരളത്തിലുള്ള എല്ലാ വ്യാപാരി സഹകരണ സമിതിയുടെ എല്ലാ മെമ്പർമാരുടെ കടകളും അടക്കുകയാണ്. PK അബ്ദുൽ ഖാദർ മൗലവി, M ജനാർദ്ദനൻ, VK കുഞ്ഞപ്പൻ, MP ഫൈസൽ, KK ജുനൈദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫെബ്രുവരി 13 സംസ്ഥാന വ്യാപകമായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകി ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയും അടിസ്ഥാന സൗകര്യ വികസനം, ടൂറിസം, നൈപുണിക വികസനം, ലൈഫ് എന്നിവയ്ക്ക് മുൻഗണന നൽകി ചെറുതാഴം പഞ്ചായത്ത് 2024-25 വർഷത്തെ വാർഷിക ബജറ്റ്. വൈസ് പ്രസിഡന്റ് PP രോഹിണി ബജറ്റ് അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാന്റ്, സമ്പൂർണ്ണ ശുചിത്വ യജ്ഞ ഗ്രാന്റ്, MP ഫണ്ട്, അംഗൻവാടി പോഷകാഹാരം ഫണ്ട് എന്നിവയും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും സംയുക്ത പ്രൊജക്ടുകൾ അനുവദിക്കുന്ന തുകയും ഉൾപ്പെടുന്നു. പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിന്റെ ഇനങ്ങളായ കെട്ടിട നികുതി, തൊഴിൽ നികുതി, മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് വരവ്, സേവന നികുതി എന്നിവയിലൂടെയാണ്. ഇവയ്ക്ക് പുറമെ കച്ചവട ലൈസൻസ് ഫീസ്, കെട്ടിട നിർമ്മാണ അനുമതി ഫീസ്, ലേലം വരവ്, സിവിൽ രജിസ്ട്രേഷൻ വരവ് എന്നിവയും തനത് വരുമാനത്തിലെ പ്രധാന ഇനങ്ങളാണ്. വിവിധ ഇനങ്ങളിലായി ആകെ 65,36,27,900 രൂപ വർഷം വരവും, 64,75,72,501 രൂപ ചിലവും, 54,55,379 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷിക്ക് 1,60,00,000 രൂപയും, ക്ഷീരവികസനത്തിന് 64 ലക്ഷം രൂപയും, അടിസ്ഥാന വികസനത്തിന് 3,54,00,000 രൂപയും, ഹാപ്പിനെസ് പാർക്കിന് 5 ലക്ഷം രൂപയും, കോട്ടക്കുന്ന് ടൂറിസത്തിന് 25 ലക്ഷം രൂപയും, ലൈഫ് ഭവന പദ്ധതിക്ക് 78 ലക്ഷം രൂപയും, DG സാക്ഷരതയ്ക്ക് 2,50,000 രൂപയും, വനിതാ നൈപുണിക വികസന കേന്ദ്രത്തിന് 25 ലക്ഷം രൂപയും, ചെറുതാഴം പൈതൃക കലാഡയറി തയ്യാറാക്കുന്നതിന് 2 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ശിവദാസൻ, TV ഉണ്ണികൃഷ്ണൻ, MT സബിത, PP അംബുജാക്ഷൻ, MV രാജീവൻ, MV രവി, K രാമചന്ദ്രൻ, P പ്രഭാവതി, MV ശകുന്തള തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറിയ തങ്കയം ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI വീണ്ടും സമരരംഗത്ത്. തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. നിരന്തരം വാഹനാപകടങ്ങൾ നടക്കുന്ന തങ്കയം ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. തങ്കയമുക്കിൽ നടന്ന പരിപാടി ശബ്ദകലാകാരൻ കരിവെള്ളൂർ രാജൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം. അത് നിത്യേന അപകടത്തിലേക്കാകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ ദുരന്തം നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. നിത്യേന മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള അപകട മരണങ്ങളുടെ, സഹജീവികളുടെ അകാലത്തിലുള്ള വേർപാടിന്റെ കഥകൾ. MV രാജൻ അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി E രാഘവൻ മാസ്റ്റർ, CPI മണ്ഡലം സെക്രട്ടറി M ഗംഗാധരൻ, AIYF മണ്ഡലം സെക്രട്ടറി KV ദിലീഷ്, ലോക്കൽ സെക്രട്ടറി MB ബിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. T നസീർ, P ചന്ദ്രൻ, P സദാനന്ദൻ, K മനോഹരൻ, നിതിൻ ഇടയിലക്കാട്, M അനീഷ്, CV രവീന്ദ്രൻ, E അജേഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭ സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി LSS USS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ സമഗ്ര വിദ്യാഭ്യാസ പരിപോഷണ പദ്ധതിയുടെ ഭാഗമായി
LSS, USS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടന്ന വിതരണോദ്ഘാടനം ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പഠന സഹായി എന്നുള്ള നിലയിലേക്ക് നിരവധി വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരീക്ഷാ സഹായി എന്നുള്ള നിലയിലേക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും അത് എല്ലാ കുട്ടികൾക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് നല്ല നിലയിൽ പഠനം നടത്തി സംസ്ഥാനത്തിനകത്ത് തന്നെ 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ പയ്യന്നൂർ സബ് ജില്ലയെ മാറ്റിയെടുക്കാൻ അതിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്യുന്ന വിദ്യാലയങ്ങളായിട്ട് പയ്യന്നൂർ നഗരസഭയിലെ വിദ്യാലയങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PV നാരായണൻ, പ്രിൻസിപ്പൽ MP സതീഷ് കുമാർ, ലസിത സാമുവൽ, സുനില P, ജയേഷ് SK തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയ്ക്കകത്തെ വിദ്യാലയങ്ങളിൽ നിന്നായി USS പരീക്ഷ എഴുതുന്ന 497 വിദ്യാർത്ഥികൾക്കും LSS പരീക്ഷ എഴുതുന്ന 402 വിദ്യാർത്ഥികൾക്കുമാണ് പരീക്ഷാ സഹായി വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബേക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ U. ജിതിൻ ഉദ്ഘാടനം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബീന അനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ജിതിൻ U ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KU വിജയകുമാർ മുഖ്യാതിഥിയായി. ഡോക്ടർ രവീണ സുധാകരൻ, MP ഗോപിനാഥ്, ഭാസ്കരൻ, മുകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഹെൽത്ത് കാർഡിനു വേണ്ടിയുള്ള വിദഗ്ധ കണ്ണ് ഡോക്ടർമാരുടെയും സ്കിൻ ഡോക്ടർമാരുടെയും പരിശോധനയും ടൈഫോയിഡ്, മറ്റ് അലർജികൾ ഇവ ഉണ്ടോ എന്നറിയുവാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അടക്കമുള്ള മെഡിക്കൽ ക്യാമ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CITU ആലപ്പടമ്പ് ഈസ്റ്റ് ഡിവിഷൻ സമ്മേളനം മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്നു. സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം T. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ CK സ്മാരക ഹാളിൽ നടന്ന CITU ആലപ്പടമ്പ് ഈസ്റ്റ് ഡിവിഷൻ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി അംഗം T. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വേദന പറയുന്നത് തുച്ഛമായിട്ട് വേദനയാണ്. ആ വേദന പറ്റിക്കൊണ്ടാണ് ഈ മേഖല ജോലി ചെയ്തതും ഇതിനകത്ത് നിൽക്കുകയും പിന്നീട് സംഘടനാ ഭാഗമായിട്ട് കേട്ടു. കാരണം ഇത് നമ്മൾ പറഞ്ഞാൽ മുമ്പേ നമ്മളെ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന പല ആളുകൾ ഇത് മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് സെക്രട്ടറി KM ബാലൻ സംസാരിച്ചു. പഴയകാല തൊഴിലാളികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. T. നാരായണൻ ആദരിക്കൽ നിർവഹിച്ചു. M. പ്രകാശിനെ പ്രസിഡന്റായും KM ബാലനെ സെക്രട്ടറിയായും 11-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് K. മോഹനൻ അവതരിപ്പിച്ചു. ഉൽപാദന മേഖലയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് K. മോഹനൻ അവതരിപ്പിച്ചു. നവകേരളത്തിലേക്കുള്ള യാത്രയിലാണ് കേരളം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയിരിക്കുന്നു എന്നാണ് 2024-25 കേരള ബജറ്റിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ നിരീക്ഷണം അടിവരയിട്ട് സാധൂകരിക്കുന്നതാണ് 8 വർഷക്കാലയളവിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ. ഇത്രയേറെ മാനവീയ നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ബജറ്റിൽ പറഞ്ഞതുപോലെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ആകെ 30,38,82,918 രൂപ വരവും 29,80,388 രൂപ ചിലവും 58,82,530 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ഉൽപാദന മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. 2,22,04,000 രൂപയുടെ പദ്ധതികളാണ് ഉൽപാദന മേഖലയിൽ നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിൽ 61,71,500 രൂപയുടെ പദ്ധതികളും മൃഗസംരക്ഷണ രംഗത്ത് 25,25,000 രൂപയുടെ പദ്ധതികളും നടപ്പിലാക്കുന്നു.
ആണിത്തോടുകളുടെ നവീകരണത്തിനും പുതിയ VCB നിർമ്മിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഷീ കഫേ പദ്ധതിയും ബജറ്റിന്റെ മുഖ്യ ആകർഷകങ്ങളിലൊന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടികളുടെ ഭാഗമായി മുന്നോട്ട് വെച്ച ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണം പദ്ധതി പൊതുജനങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ഷിബു കരുൺ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഭരണസമിതി അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കോറോം പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എം നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ പരവന്തട്ടയിൽ സംഘടിപ്പിക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോറോം പരവന്തട്ട ഉദയ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എം നാരായണൻ സ്മാരക ഉത്തരമേഖല വോളിബോൾ ടൂർണമെന്റ് ഫെബ്രുവരി 15, 16, 17 തീയതികളിൽ പരവന്തട്ടയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടത്തപ്പെടും. ഫെബ്രുവരി 15 വൈകിട്ട് 7 മണിക്ക് CPIM സംസ്ഥാന സമിതി അംഗം KP സതീഷ് ചന്ദ്രൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയർ ജോമോൾ PJ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 16 മുൻ ഇന്ത്യൻ പ്ലെയർ സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫെബ്രുവരി 17 വൈകിട്ട് പയ്യന്നൂർ MLA TA മധുസൂദനൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. യങ്സ്റ്റാർ മാതമംഗലം, ടാസ്ക് മക്രേരി, ഉദയ പരവന്തട്ട, ജോളി കാനായി, റെഡ് സ്റ്റാർ ആലക്കാട്, ഭഗത് സിംഗ് അന്നൂർ എന്നീ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് എം നാരായണൻ സ്മാരക ട്രോഫിയും തെക്കേ തലയ്ക്കൽ പാറുവിന്റെ സ്മരണയ്ക്ക് 30,000 രൂപയും റണ്ണേഴ്സിന് 20,000 രൂപയും തെക്കേക്കോവൽ കൃഷ്ണന്റെ സ്മരണയ്ക്കായുള്ള ട്രോഫിയും നൽകും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബേക്ക് അസോസിയേഷൻ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അമൃത ബി നായർ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ പദാർത്ഥം നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർ ശുചിത്വം പാലിക്കണം. ബന്ധപ്പെട്ട അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഇത്തരം കാര്യങ്ങളിൽ ബേക്ക് അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസർ അമൃത ബി നായർ പറഞ്ഞു. ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇത് നിലനിർത്താൻ വേണ്ടി തന്നെ നമ്മൾ സുരക്ഷിതമായിട്ടുള്ള ആഹാരം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് നല്ലതായിരിക്കണം. അത് നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന പരിസരം നല്ലതായിരിക്കണം. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ 4ാമത്തെ കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പം നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. ബേക്ക് അസോസിയേഷൻ കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് CK അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T അഷ്റഫ്, സിനാൻ ഫായിസ, ഡോക്ടർ P അനഘ, MV റൌഫ്, മുഹമ്മദ് അലി, പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിഭവ സ്വയം പര്യാപ്തത ലക്ഷ്യം വെച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നട്ടിക്കൂട്ടം സംയോജിത കൃഷിക്ക് കാരമേലിൽ തുടക്കമായി. കാരമേൽ സൗത്ത് യൂണിറ്റിന്റെ പച്ചക്കറി കൃഷി KSKTU ജില്ലാ സെക്രട്ടറി V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. നട്ടിക്കൂട്ടങ്ങൾ എന്ന പേരിൽ ചെറിയ കൃഷി സംഘങ്ങൾ ഉണ്ടാക്കി പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് KSKTU. വെള്ളൂർ വില്ലേജിൽ മാത്രം 20 നട്ടിക്കൂട്ടങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ 3 ഏക്കറിലാണ് സംയോജിത രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കാരമേൽ സൗത്ത് യൂണിറ്റിൽ 25 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. വെണ്ട, മത്തൻ, വെള്ളരി, കുമ്പളം, പച്ചമുളക് തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. V നാരായണൻ ആദ്യ തൈ നട്ടുകൊണ്ട് നടിലുദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പച്ചക്കറിയും പാലും മുട്ടയും പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് സ്വന്തം തന്നെ ഉൽപ്പാദിപ്പിച്ച് ആവശ്യത്തിന് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കാൻ ആവും. പണ്ടുകാലങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. N ശശിധരൻ, VK കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനം സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ നിർവഹിച്ചു. വെള്ളോറ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശോത്സവം ഫെബ്രുവരി 11 മുതൽ 21 വരെ
വിവിധ പരിപാടികളോടെ നടക്കും. ഇതിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശനം നടന്നു. സാഹിത്യകാരൻ കൽപ്പറ്റൻ നാരായണൻ ടി.പി. ഭാസ്കര പൊതുവാളിന് നൽകി പ്രകാശനം നിർവഹിച്ചു. അങ്ങനെ ഈ വിസ്തൃതിയിൽ ആ ക്ഷേത്രത്തിലെ ഓരോരോ സവിശേഷതകളും ദിവസം എടുത്ത് കാണേണ്ടതും അനുഭവിക്കേണ്ടതുമായതിനാൽ അത് തന്നെയാണ് ഈ പ്രദേശത്തിൻ്റെ സൂക്ഷ്മമായ സുവനീർ എന്നതിനാൽ അത് വേണ്ട വിധത്തിൽ വായിക്കാനായില്ലല്ലോ എന്ന ഒരു പ്രശ്നം എനിക്കുണ്ട്. എന്നാലും ഇവിടെ ഒരു സുവനീറാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്, സ്മരണികയാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത്. പ്രദീപ് കുമാർ കക്കറ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനൂപ് പാലങ്ങാട്ട് സുവനീർ പരിചയപ്പെടുത്തി. ഡോക്ടർ പ്രേമരാജൻ കാന, MP ഷിജു മാസ്റ്റർ, C ജയദേവൻ, NV ഗംഗാധരൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോറോം സെഞ്ചുറിയുടെ നേതൃത്വത്തിൽ കോറോം മുക്കോത്തരം സ്കൂളിന് പൂന്തോട്ടം നിർമ്മിച്ചു നൽകി. പൂന്തോട്ടം സ്കൂളിന് സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. കോറോം സെഞ്ചുറിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പൂന്തോട്ടം കോറോം മുക്കോത്തടം സ്കൂളിന് സമർപ്പിച്ചു. വാർഡ് കൗൺസിലർ M ഗൗരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് KV സാവിത്രി, സെഞ്ചുറി സെക്രട്ടറി സന്തോഷ് കുമാർ PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഓണക്കുന്നിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വായനാവേദി പ്രവർത്തനം ആരംഭിച്ചു. വായനാവേദിയുടെ ഉദ്ഘാടനം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. കരിവെള്ളൂരിന്റെ വായനാ സംസ്കാരത്തിന് നവഭാവുകത്വം സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടുകാലം ഓണക്കുന്നിൽ പ്രവർത്തിച്ചിരുന്ന വായനാവേദി കോവിഡിന്റെയും ഹൈവേ വികസനത്തിന്റെയും പശ്ചാത്തലത്തിലാണ് നിർത്തിവച്ചിരുന്നത്. ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിച്ച വായനാവേദിയുടെ ഉദ്ഘാടനം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു നിർവഹിച്ചു. K ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P രാജീവൻ, വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ, TP സോമനാഥൻ, K രഘുനാഥ്, പവിത്രൻ KV തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോറോം ദേവീസഹായം UP സ്കൂളിൽ നടക്കുന്ന കായിക പരിശീലന ക്യാമ്പിൽ ജേഴ്സി വിതരണം ചെയ്തു. 77 കുട്ടികൾക്കുള്ള ജേഴ്സിയാണ് വെറ്ററൻ സ്പോർട്സ്മെൻസ് ഫോറം നൽകിയത്. കോറോം ദേവി സഹായം UP സ്കൂളിൽ പയ്യന്നൂർ വെറ്ററൻ സ്പോർട്സ്മെൻസ് ഫോറവും PTA കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന കായിക പരിശീലന ക്യാമ്പ് പുരോഗമിക്കുന്നു. അത്ലറ്റിക്സിലും ഗെയിംസിലും നൽകുന്ന പരിശീലനം 1 മാസം നീണ്ടുനിൽക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്ന 77 കുട്ടികൾക്കുള്ള ജേഴ്സി വെറ്ററൻ സ്പോർട്സ്മെൻസ് ഫോറം വക നൽകി. ചടങ്ങ് കണ്ണൂർ സർവകലാശാല സ്പോർട്സ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ KV അനൂപ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ദേവി സഹായം UP സ്കൂളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന PTA, നാട്ടുകാർ എല്ലാവരുടെ സഹകരണത്തോടു കൂടിയിട്ട് 75ഓളം കുട്ടികൾ രാവിലെ വന്ന് ഇത്തരത്തിലുള്ളൊരു കായിക പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. അതിനെ സഹായമായിട്ട് പയ്യന്നൂർ വെറ്ററൻസ് ഫോറം അവർക്കൊരു ജേഴ്സി വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി നൽകുന്നുണ്ട്. PTA പ്രസിഡന്റ് KV പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KKS പൊതുവാൾ, KKP ജനാർദ്ദനൻ, KV കമലാക്ഷൻ, MP ബിന്ദു, PV വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി പാലത്തിനു മുകളിൽ ടാങ്കർ അപകടത്തെ തുടർന്ന് തകർന്ന പാലത്തിന്റെ കൈവരി വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നു. അപകടത്തിനു ശേഷം യാതൊരു സുരക്ഷാ സംവിധാനവും ഒരുക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി തിരുവനന്തപുരത്ത് നടത്തുന്ന വ്യാപാരി പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മാതമംഗലം ബസാർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു.
കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകിയും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി രോഹിണി ബജറ്റ് അവതരിപ്പിച്ചു. ട്രാഫിക് സംവിധാനത്തിലെ പോരായ്മകൾ മൂലം വാഹനാപകടങ്ങൾ തുടർക്കഥയായി മാറിയ തങ്ക്യം ജംഗ്ഷനിൽ ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് CPI വീണ്ടും സമരരംഗത്ത്. തൃക്കരിപ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.